ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചക്കപ്പൊടിയും കൊണ്ടുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തി ഉണ്ടാക്കാൻ 4 കൂട്ടം സാധനങ്ങൾ വേണം. വെളിച്ചെണ്ണ, ആട്ട, ചക്കപ്പൊടി, ഉപ്പ്. വൃത്തിയായ ഒരു പാത്രത്തിൽ 2 ടീസ്പൂൺ ഗോതമ്പ് പൊടിയും 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1/4 ടീസ്പൂൺ ഉപ്പ്, ചൂടുവെള്ളം എടുത്ത് ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ നല്ലവണ്ണം കലക്കുക. കട്ട കൂടാതെ നല്ലവണ്ണം കലക്കി കൊടുക്കണം. ഇത് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചപ്പാത്തി നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചപ്പാത്തി ഉണ്ടാകാൻ ആവശ്യമായ ചൂടുവെള്ളം നമ്മൾ അതിൽ ഒഴിച്ചിട്ട് വേണം അടുപ്പത്ത് വെച്ച് ചെറുതായിട്ട് തിള വരാൻ. വെള്ളം നല്ലവണ്ണം തിളയ്ക്കുന്നിടം വരെ സ്പൂണിട്ട് പൊടി ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു തിള വരണം. തിള വന്ന് കഴിയുമ്പോഴത്തേക്കും മതി 2 ഗ്ലാസ് ഗോതമ്പ് പൊടി, 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയും 2 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 1 ഗ്ലാസ് ചക്കപ്പൊടി മതി. ചക്കപ്പൊടി ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. പിന്നെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഒഴിക്കുന്ന 2 കപ്പ് വെള്ളം മാത്രം മതി. പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നല്ലവണ്ണം കുഴഞ്ഞൊക്കെ കിട്ടും. ഇങ്ങനെ കുഴച്ച് കൂടി പോകുകയൊന്നുമില്ല. അത് നല്ലവണ്ണം കുഴച്ച് എടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ നല്ലവണ്ണം സ്പൂണും കൊണ്ടിട്ട് ഇളക്കുക. നല്ലവണ്ണം എല്ലാ വശവും ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കുക. നല്ല പരുവാകുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. നല്ലവണ്ണം കിട്ടും, സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ ഉരുളകളാക്കിയിട്ട് നല്ല പാത്രത്തിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പൊടി വിതറിയിട്ട് പരത്തി കൊടുക്കുക. പിന്നെ നല്ല റൗണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ പാത്രമോ അല്ലെങ്കിൽ എന്തിൻ്റെയും അടപ്പോ വല്ലതും വെച്ചിട്ട് ഒരു നല്ലൊരു റൗണ്ട് ഷേപ്പിലെടുക്കുക. അത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ചെറിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ആ പാത്രത്തിലെടുത്തിട്ടാണ് റൗണ്ട് ഷേപ്പ് ആക്കുന്നത്. ഇങ്ങനെയാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാത്രത്തിൽ നമ്മൾ മുറിച്ചെടുക്കുന്നത്. ചെറിയ പാത്രം വയ്ക്കുമ്പോൾ ഇത് ചപ്പാത്തി വയ്ക്കുമ്പോൾ നല്ല ഷേപ്പ് കിട്ടും. അല്ലെങ്കിൽ ഇനി ഷേപ്പിൽ ഉണ്ടാക്കാൻ അറിയാവുന്നവരാണെങ്കിൽ നല്ല റൗണ്ടായിട്ട് ഉണ്ടാക്കുക. കാണാൻ ഒരു ഭംഗിയുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ചപ്പാത്തി ഇടുക. ചപ്പാത്തി 2 സൈഡും തിരിച്ച് മറിച്ച് ഇട്ട് വേവിക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. ഞാനിവിടെ കുറച്ച് എണ്ണ തടവുന്നുണ്ട്. കുറച്ച് ഒന്ന് പൊന്തി വരുന്ന പോലെ വരും. അപ്പോഴത്തേക്കിന് 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് വേവിക്കുക. സാധാരണ ചപ്പാത്തി പോലല്ല കേട്ടോ ചക്കപ്പൊടിയും കൊണ്ടുള്ള ചപ്പാത്തി. ഇത് നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഫാറ്റി ലിവർ ഗ്രേഡിന് നല്ലതാണ്. ഗ്രേഡ് കുറയ്ക്കുന്നതിന് നല്ലതാണ്. പിന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കും നല്ലതാണ്. 3 മാസം അടുപ്പിച്ച് ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡ് കുറയ്ക്കും. ഡയറ്റിന് നല്ലതാണ്. നല്ല ചപ്പാത്തിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയാണ്. കറി ഇല്ലാതെയും കഴിക്കാം നമുക്ക്. ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.